الإحسان في حقوق الخلق സൃഷ്ടികളോടുള്ള പെരുമാറ്റത്തിൽ അവരുമായുള്ള ഇടപാടുകൾ അത് ഏറ്റവും നന്നാക്കുക. അല്ലേ? സൃഷ്ടികളോടുള്ള ഇടപാടുകൾ രണ്ട് രൂപത്തിൽ നിനക്ക് നിർവഹിക്കാം. ഒന്നാമത്തേത് നീതിപൂർവകമായ നിലപാടാണ്, ഇൻസാഫുള്ള നിലപാട്. അവർക്ക് നീ ചെയ്യേണ്ട വാജിബാത്തുകൾ നീ നൽകുന്നു. ഭാര്യയ്ക്ക് കൊടുക്കാൻ എത്രയാണോ കൊടുക്കേണ്ട അത്ര കൊടുക്കുന്നുണ്ട്, അത് നീതിയാണ്. മക്കൾ അവർക്ക് നൽകേണ്ടത് എത്രയാണോ അത്ര നീ നൽകുന്നുണ്ട്, അത് നീതിയാണ്. രണ്ടാമത്തേത് ഇഹ്സാനിൻ്റെ പദവിയാണ്, നീ അവർക്ക് കൂടുതലായി നൽകുക എന്നത്. നിനക്കുമേൽ ബാധ്യതയുള്ളത് നൽകുന്നതിനോടൊപ്പം കൂടുതൽ നന്മകൾ നീ അവർക്ക് നൽകുക എന്നത്, ഇത് ഇഹ്സാനിൻ്റെ പദവിയാണ്. ശത്രുവിനോടുള്ള നീതി എന്താണ്? അവൻ നിന്നോട് അതിക്രമം പ്രവർത്തിച്ചാൽ അതിന് തുല്യമായത് ചെയ്യുക എന്നത് നിനക്ക് അനുവാദമുള്ള കാര്യമാണ്. അത് നീ ചെയ്താൽ നീ തെറ്റുകാരനല്ല. فَإِنِ اعْتَدَوْا عَلَيْكُمْ فَاعْتَدُوا عَلَيْهِمْ بِمِثْلِ مَا اعْتَدَى عَلَيْكُمْ. അവർ നിങ്ങളോട് അതിക്രമം കാണിച്ചാൽ അവർ ചെയ്തതിന് തുല്യമായത് നിങ്ങൾക്ക് ചെയ്യാം, ഇത് നീതിയാണ്. എന്നാൽ അതിനേക്കാൾ നല്ല ഇഹ്സാനിൻ്റെ മാർഗമുണ്ട്. അതെന്താണ്? അവരോട് പുറത്തു കൊടുക്കുകയും അവരോട് നന്മയിൽ അങ്ങോട്ട് വർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. കേവലം ക്ഷമിക്കലല്ല, അവരോട് അങ്ങോട്ട് നന്മയിൽ വർത്തിക്കുക എന്നതാണ്. സൂറത്ത് ഫുസ്സിലത്തിൽ അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിന്റെ അരികിൽ ഒരു ശത്രു വന്നാൽ ആ ശത്രുവിനോട് നീ നല്ല രൂപത്തിൽ പെരുമാറുക. ഏറ്റവും നല്ലത് നീ അങ്ങോട്ട് കാണിച്ചാൽ അവൻ നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി മാറും. ജനങ്ങളോടുള്ള ഇടപാടുകൾ അത് ഒന്നല്ലെങ്കിൽ നീതിപൂർവകമാണ്. അങ്ങനെ നീ പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ അരികിൽ നീ തെറ്റുകാരനല്ല. എന്നാൽ അതിനേക്കാൾ ഉന്നതമായ പദവി ഏതാണ്? ഇഹ്സാനിൻ്റെ പദവിയാണ്. നീ അവർക്ക് അങ്ങോട്ട് നന്മ ചെയ്യുക എന്നത്, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് തിരിച്ചു പെരുമാറുക എന്നത്, ഇത് ഇഹ്സാനിൻ്റെ മർത്തബയാണ്. അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ ഇഹ്സാനുണ്ട്, അതുപോലെ സൃഷ്ടികളുമായുള്ള ഇടപാടിലും ഇഹ്സാനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല. നിങ്ങൾ മൃഗത്തെ അറുക്കുകയാണ് എങ്കിൽ മൃഗത്തെ അറുക്കുകയാണ്, കൊല്ലാൻ പോവാണ്, എന്നാൽ അപ്പോഴും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ മൃഗത്തെ അറുക്കുന്നതിൽ ഇഹ്സാൻ കാണിക്കണം, ഏറ്റവും നല്ല രൂപത്തിൽ അറുക്കണം. എങ്ങനെയാണ് ഏറ്റവും നല്ല രൂപത്തിൽ അറുക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുരിഹ് ദബീഹതഹു, അവൻ താൻ അറുക്കുന്ന ആ മൃഗത്തിന് ആശ്വാസം നൽകട്ടെ, പ്രയാസപ്പെടുത്താതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മൃഗത്തിൻ്റെ മുൻപിൽ വെച്ച് മറ്റൊരു മൃഗത്തെ അറുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അതിന് പ്രയാസമുണ്ടാക്കുമെന്നത്, മൃഗമാണ്. അതിനോടുള്ള ഇഹ്സാൻ ഇപ്രകാരമാണ്. അവിടുന്ന് പറഞ്ഞു, വൽ യുഹിദ്ദ, അവൻ്റെ ആയുധം, അവൻ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി, അത് മൂർച്ച കൂട്ടട്ടെ. സാധാരണ മൂർച്ചയില്ല, നല്ല മൂർച്ചയുണ്ടാകട്ടെ, അത് പെട്ടെന്ന് അറുത്ത് തീരാൻ വേണ്ടി, അതിൻ്റെ വേദനയുടെ സമയം കുറയ്ക്കുന്നതിന് വേണ്ടി. മൃഗത്തോടുള്ള ഇഹ്സാനാണ്. ഇങ്ങനെ മനുഷ്യരോട് ഇഹ്സാനുണ്ട്, മൃഗങ്ങളോട് ഇഹ്സാനുണ്ട്, ജീവജാലങ്ങളോട് ഇഹ്സാനുണ്ട്, നമ്മുടെ ചുറ്റുപാടുള്ളവരോടൊക്കെ ഇഹ്സാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനുണ്ട്, അവരുടെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാന്നുള്ളത്. വബിദിൽ ഖുർബ, കുടുംബക്കാരോട് ഇഹ്സാനുണ്ട്, കുടുംബബന്ധമുള്ളവരോട്. അതുപോലെ തന്നെ കുടുംബബന്ധമുള്ള അയൽപ്പക്കക്കാരോട് ഇഹ്സാനുണ്ട്. കുടുംബബന്ധമില്ലാത്ത സാധാരണക്കാരായ നമ്മുടെ അയൽവാസികളോട് ഇഹ്സാനുണ്ട്. വഴിയാത്രക്കാരനോട് ഇഹ്സാനുണ്ട്. മിസ്കീനിനോട്, ഫക്കീറിനോട് ഇഹ്സാനുണ്ട്. അല്ലേ? നീ ഫക്കീറിന് ഇഹ്സാൻ കാണിക്കുക, കയ്യിലുള്ളത് കൊടുക്കാന്നുള്ളതാണ്. കൊടുക്കാൻ സാധിക്കില്ലെങ്കിലോ കലിമ തയ്യിബ, നല്ലൊരു വാക്കെങ്കിലും പറയാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ഇബാദത്തിൽ ഇഹ്സാനുണ്ട്, ഏറ്റവും നന്നാക്കണം എന്നതുപോലെ തന്നെ സൃഷ്ടികളോടുള്ള പെരുമാറ്റവും ഏറ്റവും നന്നാക്കാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കണം.